എല്ലാവർക്കും സലാമുണ്ട് കേട്ടോ. ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഇത് എന്ത് പറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. മുഖ്യമന്ത്രിയുടെ മകളുമെല്ലാം മാസപ്പടി വിവാദത്തിലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളിൽ ഇങ്ങനെ പെട്ടുകൊള്ളുന്ന സമയത്ത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മുഖ്യമന്ത്രിയും കുഞ്ഞുകുട്ടി പരാധീനങ്ങളടക്കം അവർ പുറത്തുപോയി, അതായത് ലണ്ടൻ, ദുബായ്, ഇന്തോനേഷ്യയിലൊക്കെ പോയി ടൂർ നടത്തിയൊരു വിവരം പുറത്തു വന്ന് അത് വിവാദമായിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് പോയ ആളുകൾ ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരുന്നുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പുറകിൽ വേറെ ഒരുപാട് ദുരൂഹതകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ CPMൻ്റെ നെറുകന്തലയിൽ ഒരു കൂടം പറ്റടിച്ച പോലെ വേറൊരു വാർത്തയും പുറത്തു വരുന്നു. ഇത് കുറേ കാലം മുമ്പുള്ളൊരു കാര്യമാണ്. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുള്ളൊരു കാര്യം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സോളാർ വിവാദമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദത്തിൽ ഇവർ CPM ഉമ്മൻചാണ്ടിനെ കൊണ്ടുവന്ന് എത്തിക്കുകയുണ്ടായി. സോളാർ നായിക എന്ന് പറഞ്ഞൊരു നായികേനെ രംഗത്തിറക്കി ഉമ്മൻചാണ്ടിക്ക് അവരുമായി വഴിവിട്ട ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. അവരിങ്ങനെ പ്രകൃതി വിരുദ്ധമായ രീതിയിലൊക്കെ ഉമ്മൻചാണ്ടി അവരെ ചില ചേഷ്ടകൾക്ക് വേണ്ടി ഉപയോഗിച്ച്, ലൈംഗിക കേളികൾക്ക് വേണ്ടി ഉപയോഗിച്ച്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുണ്ടാക്കിയത്. അല്ല, ഇവരെന്തും പറഞ്ഞുണ്ടാക്കാൻ മിടുക്കന്മാരാണല്ലോ. ഇത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യം കൂടിയാണല്ലോ. ഇപ്പോഴത്തെ ആ യദുവിനെ കുറിച്ചും ഇതൊക്കെ തന്നെയാണല്ലോ പറയണേ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഉമ്മൻചാണ്ടീനെ കുറിച്ച് ഇങ്ങനെ സോളാർ വിവാദ നായിക എന്നും പറഞ്ഞൊരു നായികനെ അങ്ങോട്ട് രംഗത്തിറക്കി. ആ ഒരു നായിക വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെള്ളം തൊടാണ്ട് മുഴുങ്ങി CPMൻ്റെ ആളുകളൊക്കെ അതങ്ങനെയാണല്ലോ. മോളിൽ നിന്ന് എന്ത് ഉത്തരവ് കൊടുക്കണോ, ഇപ്പം രാത്രിയാണെന്ന് പറഞ്ഞ് ഇപ്പം രാത്രിയാണെന്ന് പറയും. നട്ടുച്ചയ്ക്ക് സൂര്യൻ കത്തിക്കരിഞ്ഞിരിക്കുന്ന സമയത്തും CPMൻ്റെ നേതാക്കന്മാർ അണികളോട് പറയണത് ഇപ്പം രാത്രിയാണ് കേട്ടാ, സൂര്യൻ അസ്തമിച്ചെന്ന് പറഞ്ഞാൽ ശരിയാണ്, രാത്രിയാണെന്ന് പറയും. അപ്പോൾ സോളാർ വിവാദത്തിൻ്റെ കഥകളൊക്കെ CPMൻ്റെ കേന്ദ്രത്തിൽ നിന്ന് സൈബർ സഖാക്കൾ അവരാണല്ലോ. അവർ ഈ ഇല്ലാത്ത നോണയും കെണിയും പണിയൊക്കെ എറിഞ്ഞിങ്ങനെ വിടും. അത് ഈ അണികൾ ഏറ്റുപിടിക്കും, പോയി ചുമരെഴുതും. അങ്ങനെ സോളാർ സമരം സംഘടിപ്പിച്ച് എങ്ങനെ 2 ദിവസം അടുപ്പിച്ച് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അങ്ങോട്ട് വളയും. ഈ സെക്രട്ടേറിയറ്റ് ഇങ്ങനെ വളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉമ്മൻചാണ്ടീനെ പുറത്തേക്ക് വിടില്ല, പുറത്തുള്ള ആളുകളെ അകത്തേക്കും വിടില്ല. ഇതാണ് സമരത്തിൻ്റെ മുറ. അത് തന്നെയായിരുന്നു. ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണേ. എന്നിട്ട് എന്ത് പറ്റി? ഈ കേരളത്തിലുള്ള ആകമാനം CPMകാർ അവർ വണ്ടിക്കും ടക്കറിന് മോട്ടോറിക്ഷ അടക്കമുള്ള എല്ലാ വണ്ടികൾക്കും അവരവിടെ കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും അങ്ങോട്ട് നിർത്തി. അതായത് ആലുവ ശിവരാത്രി പോലെ സെക്രട്ടേറിയറ്റിന് ചുറ്റും ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത, ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ മുട്ടി ചക്കപ്പയത്തിൽ ഈച്ച പൊതിഞ്ഞ പോലെ ആളുകൾ സമരം ചെയ്യാനിരിക്കുകയാണ്. ഈ ആളുകളൊക്കെ പിറ്റേഴ്സായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റുന്നില്ല. അതായത് സെക്രട്ടേറിയറ്റിന് ചുറ്റുമുള്ള എല്ലാ റോട്ടിലും ആളുകൾ ഈ ചുവന്ന കൊടിയും കുത്തി അവിടെ ഇരിക്കുകയാണ്. എന്തിനാ? സോളാർ സമരം. എന്തിനാ സമരം ചെയ്യണമെന്ന് CPMൻ്റെ അണികൾക്ക് പോലും അറിഞ്ഞൂടാ. ചോദിക്കുമ്പോൾ പറയാം സോളാർ സമരം. എന്താ സോളാർ സമരം എന്തിനാ നടത്തുന്നത്? അല്ല, സോളാർ സമരമാണ് ഇതെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഈ ചക്കപ്പോയത്തിൽ മണികണ്ഠൻ ഈച്ച വന്നിരിക്കണ പോലെ ഇങ്ങനെ എല്ലാവരും ഒന്നിനും ഒന്ന് മുട്ടിയിരിക്കുമ്പോൾ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ എന്ത് ചെയ്ത് എല്ലാവർക്കും തൂറാൻ പോകുന്ന സ്ഥലം വേണ്ടേ? ഈ പ്രാഥമിക കർമ്മത്തിന് പോലും CPM അവിടെ യാതൊരു കാര്യങ്ങളും ഏർപ്പാടാക്കിയിട്ട് നോക്കണേ. സാധാക്കന്മാരുടെ കാര്യം നോക്കണേ. അവരാണെങ്കിൽ ഇവിടെ പ്രൈവറ്റ് ക്യാൻറ്റീനൊക്കെ തുടങ്ങി എല്ലാവർക്കും സാപ്പാടൊക്കെ വച്ച് കൊടുത്ത് അവർ സാപ്പാടൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആളുകൾക്ക് വെളിക്കിരിക്കേണ്ട, വല്ല രക്ഷയുണ്ട. എന്നിട്ട് എന്ത് പറ്റി? ഈ സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റിനുമുള്ള റോഡ് മുഴുവൻ അങ്ങോട്ട് ഇവരൊക്കെ കൂടി ഈ സഖാക്കന്മാരൊക്കെ കൂടി തൂറി നാറ്റിച്ച് അവിടെയുള്ള ആളുകളുടെ കാര്യമൊക്കെ നോക്കണം. പുറത്തേക്ക് ഇറങ്ങാൻ നിവൃത്തില്ല. സഖാക്കന്മാർ റോട്ടിൽ വെളിക്കിറങ്ങാനിരിക്കുകയാണ്. അതിലും വലിയ നാറ്റക്കേസായിരുന്നു ഈ സമരം. എങ്ങനെ ഒത്തുതീർത്താന്നറിയാമോ? 2 ദിവസം നീണ്ട സമരം. ബിസിലടിച്ചപ്പോൾ സമരം തുടങ്ങി. ചുവന്ന കൊടിയൊക്കെ പൊക്കി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ സമരപ്പന്തലിൽ ചെന്ന് കത്തിക്കാളന പ്രസംഗവും കൂടി നടത്തി. അന്ന് ഈ NP പ്രേമചന്ദ്രൻ ഇടതു മുന്നിലുണ്ടാ. ഈ പ്രേമചന്ദ്രൻ അന്ന് കിടിലം പ്രസംഗം, പടക്കം പൊട്ടണ പോലെ ഓലപ്പടക്കം അങ്ങനെ പൊട്ടി, ഗുണ്ട് പൊട്ടി തൃശ്ശൂർ പൂരത്തിന് പൊട്ടണ പോലെയുള്ള സമരമാണ് അന്ന്, ഈ പ്രസംഗമാണ് അന്ന് MK പ്രേമചന്ദ്രൻ നടത്തിയത്. അല്ലോ, കലക്കം പ്രാസംഗികനാണ് MK പ്രേമചന്ദ്രൻ ഈ പ്രസംഗമൊക്കെ നടത്തി എല്ലാവരും അവിടെ പിടിച്ചിരുത്തി. പിണറായി വിജയൻ വന്ന് എല്ലാവരും 5 രൂപ വെച്ച് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ട് ഒരുപാടുണ്ടാവും എന്നുള്ള തമാശ കലർന്ന പ്രസംഗമൊക്കെ നടത്തി. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മൈക്കിൽ ഒരു അനൗൺസ്മെൻറ്റ് വന്നേക്കണ്, സമരം ഒത്തുതീർന്നെന്ന്. ഈ ചക്കപ്പയത്തിൽ ഈച്ച പൊതിഞ്ഞ പോലെ മുട്ടി ഉരുമി ഇരുന്നിരുന്ന ഈ സഖാക്കന്മാരൊക്കെ ചോദിച്ചു അതെങ്ങനെ സമരം തീരുന്നത് നമ്മൾ അറിഞ്ഞില്ല. സമരം തീർന്നേ, മോളിൽ നിന്ന് ഉത്തരവ് വന്നാൽ പിന്നെ തീർന്നല്ല. മോളിൽ നിന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ തീർന്നല്ല. ഇപ്പം പകലാണെന്ന് പറഞ്ഞാൽ പകലാണല്ല. അപ്പം എങ്ങനെ ഈ സമരം തീർന്നെന്നുള്ളതിൻ്റെ ഹിക്കുമത്തുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നേക്കാണ്. ആരാ പുറത്തു വിട്ടുന്നേക്കണത്? ജോൺ മുണ്ടക്കയം എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തകനുണ്ട്. അദ്ദേഹം മനോരമയുടെ സീനിയർ പത്രപ്രവർത്തകനായിരുന്നു. അപ്പോൾ ഈ സമകാലീനം എന്ന് പറഞ്ഞ മനോരമയ്ക്ക് ഒരു സപ്ലിമെൻ്റ് ഉണ്ട്. അതിൽ എഴുതിയേക്കണാണ്. ഇപ്പോൾ ഒരു പുതിയ ലേഖനം വന്നിട്ടുണ്ട്.
പദ്യമൊക്കെയാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞേക്കണേ. അത് വളരെ എക്സ്പ്ലോസീവ് എന്നൊക്കെ പത്രക്കാരുടെ ഭാഷയിൽ പറയുന്ന പോലെ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കണ ഒരു സംഭവമാണത്. എന്താ സംഭവം എന്നറിയാമോ? ഈ സോളാർ സമരം എങ്ങനെ ഒത്തുതീർന്നെന്ന് അദ്ദേഹം പറയുകയാണ്. അതിൽ വിശദീകരിച്ച് അങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ പറഞ്ഞേക്കണത് കൈരളി ചാനലിൻ്റെ MD ആയ ജോൺ ബ്രിട്ടാസ് ഇങ്ങനെ ഈ ജോൺ മുണ്ടക്കയത്തിനെ വിളിക്കുകയാണ്, മനോരമയിലെ പത്രപ്രവർത്തകനെ വിളിക്കുകയാണ്, സീനിയർ പത്രപ്രവർത്തകനാണ്. ഇവരൊക്കെ തമ്മിൽ നേരത്തെ അറിയില്ല. ജോൺ ബ്രിട്ടാസും സീനിയർ പത്രപ്രവർത്തകനാണ്, കൈരളിയുടെ മാനേജിങ് ഡയറക്ടറായിട്ട് ഇരുന്ന ആളാണ്, ചെയർമാനൊക്കെ ആയിട്ട് ഇരുന്ന ആളാണ്. അപ്പോൾ ഈ ജോൺ ബ്രിട്ടാസ് വിളിച്ചിട്ട് പറഞ്ഞ് നമുക്കിത് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ജോസ് മുണ്ടക്കൻ ചോദിച്ചത് എന്തുകൊണ്ട് ഒത്തുതീർപ്പുണ്ടാക്കേണ്ടതെന്ന്. അല്ല ഈ സമരം ഇതിങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ എന്ത് സമരം, അതിന് തീരുമാനം വല്ലതായോ എന്ന് ഇയാൾ ചോദിച്ചു. മുണ്ടക്കയും ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു പിന്നെ തീരുമാനമൊക്കെ ആയിട്ടുണ്ട്, അതിന് ഒറ്റ കാര്യം മതി. അതെന്താ? അത് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞ് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ വേണ്ടി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ തീർന്ന് സോളാർ സമരം ഇപ്പോൾ ഇവിടെ തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുണ്ടക്കയം പറഞ്ഞ് അത് നേരത്തെ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുള്ള കാര്യമുള്ള, എനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക, കാര്യം അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ? അല്ല അതൊക്കെ അതെ, പക്ഷേ ഇതൊന്നും ആളുകൾക്ക് അറിയാൻ പാടില്ല. ഈ ആളുകളുടെ ഒരു പ്രഖ്യാപനം ഉണ്ടാക്കി ഉമ്മൻചാണ്ടി ഒരു പത്രസമ്മേളനമൊക്കെ ഉണ്ടാക്കി അത് നടത്താണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ക്ലീൻ ആട്ടെ, സമരം അവസാനിച്ചോളൂ എന്ന് പറഞ്ഞു. ഈ പൊല്ലാപ്പ് എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി നിൽക്കാനുള്ള സെക്രട്ടേറിയറ്റിനകത്തേക്കും പുറത്തേക്കും ആളുകൾക്ക് ഇറങ്ങാൻ പാടില്ലാത്ത രീതിയിൽ ഇരിക്കുകയാണ്. മാത്രമല്ല ഇവരൊക്കെ സെക്രട്ടേറിയറ്റിന് ചുറ്റും കൂടി നിന്ന് തൂറി നിറച്ച് അവിടെ തിരുവനന്തപുരം മറച്ചു വെച്ചേക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഉമ്മൻചാണ്ടി നിൽക്കുമ്പോഴാണ് ഈ വിളി വരുന്നത്. ആരുടെ? ഈ മുണ്ടക്കയം ഉമ്മൻചാണ്ടീനെ വിളിക്കുകയാണ് ബ്രിട്ടാസ് പറഞ്ഞിട്ട്. ഉമ്മൻചാണ്ടി വെച്ച് എന്താ കാര്യം? അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, സമരം അവർ അവസാനിപ്പിക്കാമെന്ന് പറയണേ. അതിനിപ്പോൾ എന്താ വേണ്ടേ? അതിന് വേണ്ടത് ഈ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം. നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമുള്ള എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. അങ്ങനെയല്ല, പത്രസമ്മേളനം വിളിച്ച് അതൊരു പ്രഖ്യാപനം ഔദ്യോഗികമായിട്ട് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമരം ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞത്. ഇത് അവർ ഔദ്യോഗികമായിട്ട് അവർ നിങ്ങളെ അറിയിച്ചാണ്, CPMൻ്റെ ആളുകൾ അറിയിച്ചാണെന്ന് ഉമ്മൻചാണ്ടി വെച്ചു. പിന്നെ അവരിപ്പോൾ തന്നെ വിളിച്ചോളൂ, ബ്രിട്ടാസ് വിളിച്ച് അവരുടെ പാർട്ടി തലത്തിലുള്ള തീരുമാനമാണെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, മുണ്ടക്കയം ഒരു കാര്യം ചെയ്യും, മുണ്ടക്കയം നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടീനെ വിളിക്കാൻ പറഞ്ഞു ലീഗിൻ്റെ. അങ്ങനെ മുണ്ടക്കയം കുഞ്ഞാലിക്കുട്ടീനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ തിരുവഞ്ചൂരിനെ വിളിക്കാൻ പറഞ്ഞു. തിരുവഞ്ചൂരാണല്ലോ ആഭ്യന്തര വകുപ്പ് മന്ത്രി. തിരുവഞ്ചൂരിനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ തിരുവഞ്ചൂർ നേരെ ബ്രിട്ടാസിനെ വിളിച്ച് എന്താ കാര്യം എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ കേൾക്കണ്ടല്ല. അപ്പോൾ ബ്രിട്ടാസ് പറഞ്ഞ് സംഭവമൊക്കെ ശരിയാണ്. ഇത് കേട്ടിട്ട് തിരുവഞ്ചൂരിന് വിശ്വാസമായില്ലേ. തിരുവഞ്ചൂർ നേരെ കോടിയേരിയിലും വിളിച്ച്, കോടിയേരി ബാലകൃഷ്ണനുള്ള സംസ്ഥാന സെക്രട്ടറി, കോടിയേരിനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ കോടിയേരി കാര്യമൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് കാര്യം. ഇത് നമുക്കിത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, നമുക്കിത് അവസാനിപ്പിക്കണം. അതിനൊരു കാര്യം ചെയ്യും, ഒരു പത്രസമ്മേളനം നടത്തി ആ ജുഡീഷ്യൽ അന്വേഷണം അങ്ങോട്ട് പ്രഖ്യാപിക്കുക. ഇതൊക്കെ ഒരു ഒത്തുതീർപ്പിലാണ്, ഇത് ഒരു കളിയല്ല, ഒരു രാഷ്ട്രീയമായിട്ടുള്ള ചില ഒത്തുതീർപ്പുകളാണല്ല. കോടിയേരി ബാലകൃഷ്ണൻ ഇങ്ങനെ തിരുവഞ്ചൂരിൻ്റെ അടുത്ത് പറഞ്ഞു. ഉടനെ തന്നെ അന്ന് ഈ LDFൻ്റെ നേതാവായിരുന്ന NK പ്രേമചന്ദ്രൻ ചെന്നിട്ട് UDFൻ്റെ നേതാക്കളെ അങ്ങോട്ട് കണ്ട്. NK പ്രേമചന്ദ്രൻ UDFൻ്റെ നേതാക്കളെ കണ്ട് അന്ന് വൈകുന്നേരം ഉമ്മൻചാണ്ടി പത്രസമ്മേളനം വിളിക്കുകയാണ്. സോളാർ അന്വേഷണത്തിന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി പത്രസമ്മേളനം നടത്തി. അപ്പം തന്നെ സമരം തീർന്നെന്നും പറഞ്ഞു മൈക്കിക്കിടെ അറിയിപ്പ് വന്ന്. അതെന്തായാലും നന്നായി, കാരണം പിറ്റേ ദിവസം വെളിക്കിറങ്ങാനായിട്ട് അവിടെ സെക്രട്ടേറിയറ്റിന് ചുറ്റും പിന്നെ സ്ഥലമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അല്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്തേനെ? അത് നന്നായി, ആളുകളൊക്കെ എന്നിട്ട് അവിടുന്ന് പിരിഞ്ഞു. എന്താ കാര്യം? അങ്ങനെ ഒത്തുതീർപ്പ് എന്ത് ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് ഈ സമരം ഒത്തുതീർന്നതെന്ന് സഖാക്കൾ മുഖത്തോട് പോകുന്ന നോക്കാണ്. സഖാവിനറിയാമോ? സഖാവേ, നമ്മുടെ ഈ സമരം തീർന്നത് എങ്ങനെയെന്ന് ഒരു സഖാവ് വേറെ സഖാവിനോട് ചോദിക്കുകയാണ്. സഖാവ് എനിക്കറിയാൻ പാടില്ല, നമ്മുടെ മോളിൽ നിന്ന് തീരുമാനം വന്നിട്ടില്ല. നേതാക്കന്മാർ നല്ല പിടിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടീനെ ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഇതിൽ സമ്മതിച്ചേക്കണേന്നൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങനെയൊക്കെ പറഞ്ഞ് സമ്മതിച്ച് അവർ സമരം നിർത്തി പോയി. സോളാർ സമരം തീർന്ന് നേതാക്കന്മാർക്ക് പോലും അറിയാൻ പാടില്ല. അതായത് അന്ന് തോമസ് ഐസക്ക് ഒക്കെ സ്റ്റേജിലിരിക്കുകയാണ്, സമരം നടത്തി പ്രസംഗമൊക്കെ ആയിട്ട് തോമസ് ഐസക്കൊക്കെ നിന്ന് ബായ വിളിക്കുന്നു, വെടി കൊണ്ടുപോലെ ബായ വിളിക്കുകയാണ്. ഇത് എന്താ സംഭവം? സമരം തീർന്നെന്ന് ഉത്തരവ് വരുന്നു. അങ്ങനെ മൈക്കിക്കടെ അനൗൺസ്മെൻറ്റ് നടത്തി എല്ലാവരും പിരിഞ്ഞുപോയി. ഇതാണ് സോളാർ സമരത്തിൽ നിർത്തിയതെന്നാണ് നമ്മുടെ ഈ സമകാലീനത്തിൽ ജോസ് മുണ്ടക്കൈ എഴുതിയേക്കണത്. ഒന്ന് ആലോചിച്ച് നോക്കണം, മനുഷ്യരെ എങ്ങനെയാണ് ഈ പാർട്ടി പൊട്ടന്മാരാക്കി കൊണ്ട് നടക്കണമെന്നുള്ളത് ഇപ്പോഴും ചിന്തിക്കേണ്ട കാര്യം തന്നെയല്ലേ. ഇതിപ്പോൾ എന്താണ് മാധ്യമ സൃഷ്ടിയാണെന്ന് പറയും. കാരണം ഇങ്ങൊരു മാധ്യമക്കാരനുള്ള മുണ്ടക്കയം, ബ്രിട്ടാസും മാധ്യമക്കാരനാണ്. ഈ ബ്രിട്ടാസ് ഇത് എതിർക്കുമോ? തിരുവഞ്ചൂരുണ്ടല്ല, തിരുവഞ്ചൂരും കുഞ്ഞാലിക്കുട്ടിയും ബ്രിട്ടാസും NK പ്രേമേന്ദ്രനും ഒക്കെ ജീവിച്ചിരിക്കുന്നതാണ്. പ്രേമേന്ദ്രൻ പറയട്ടെ, പ്രേമേന്ദ്രൻ ഇപ്പോൾ UDFിലാണല്ലോ ഇല്ലേ? RSPക്കാരൻ ഇപ്പോൾ UDFൻ്റെ ഘടകകക്ഷിയാണ്. പ്രേമേന്ദ്രൻ പറയട്ടെ ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടല്ലോ എന്നുള്ളത്. ഞങ്ങൾ നുണ പറയണതല്ല, ഞങ്ങൾക്ക് കൃത്യമായ വിവരം കിട്ടിയിട്ട് തന്നെ ഞങ്ങളിത് പറയണത്, തമാശ പറഞ്ഞല്ല. നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചു, അല്ലെങ്കിൽ പ്രേമേന്ദ്രൻ വെളിപ്പെടുത്തട്ടെന്നേ. കുഞ്ഞാലിക്കുട്ടി ഉണ്ടല്ല, കുഞ്ഞാലിക്കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ട്, തിരുവഞ്ചൂർ ജീവിച്ചിരിക്കുന്നുണ്ട്, ഇവരൊക്കെ പറയട്ടെ.
ഇതിനിടയ്ക്ക് വേറെ ചില വർത്തമാനവും പറയണയൊക്കെ ഉണ്ട്. അതായത് ഈ ടി.പി. ചന്ദ്രശേഖരൻ കേസ് അന്വേഷിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ, ചന്ദ്രശേഖരനെ കണ്ടെത്തുണ്ടായിട്ട് 51 വെട്ടി കൊന്നല്ല, അപ്പോൾ ആ കേസിൻ്റെ പുറകിൽ CPM കാരാണെന്നാണ് കേസ് വന്നത്. അത് മുന്നോട്ടേക്ക് അന്വേഷിക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ സോളാർ സമരം അവസാനിപ്പിക്കുക എന്നൊരു ധാരണ ഉണ്ടായിട്ടാണ് അങ്ങനെയും ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇതും ജോൺ മുണ്ടക്കയം പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്താണ് ഇതിൽ നടന്നതെന്നുള്ളത് ഇനിയിപ്പോൾ ആരെങ്കിലും വായോർന്നാലേ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യന്മാരെ ഇങ്ങനെ പൊട്ടന്മാരായിട്ട് കൂടെ കൊണ്ട് നടക്കണേ? നേരത്തെ ഒരു ചൊല്ലുണ്ട്, അതായത് ചില ആളുകൾ ജാഥ വിളിക്കാൻ പോകുമ്പോൾ ഈ മുദ്രാവാക്യങ്ങളൊക്കെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ ഉള്ള വാക്കുകൾ ഏറ്റുപിടിക്കാൻ പറ്റൂല. അപ്പോൾ അവർ പറയും, മുമ്പേ പോയവൻ എങ്ങനെ ചൊല്ലി അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ സിണ്ടാവാ. ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നേക്കണേ. എന്തൊന്നും അവിടെ നിന്ന് പറഞ്ഞാൽ മുമ്പേ പോയവൻ എങ്ങനെ പറഞ്ഞു അത് തന്നെ അങ്ങനെ തന്നെ സിന്താബ, അങ്ങനെ തന്നെ സിന്താബ. സമരം തീർന്നത് എങ്ങനെയെന്ന് അറിയാൻ പാടില്ല. പക്ഷേ ഇതുപോലെ മനുഷ്യന്മാരെ പൊട്ടന്മാരാക്കി കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടി ഈ ഭൂമി മലയാളത്തിൽ ഇല്ല എന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. എന്തായാലും ഇതിൻ്റെ വരും കാലത്തുള്ള പ്രത്യാഘാതങ്ങൾ ഇനി എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. മുണ്ടക്കയം ഇനി പ്രതികരിക്കുമോ അല്ലെങ്കിൽ ബ്രിട്ടാസ് പ്രതികരിക്കുമോ? ബ്രിട്ടാസിൻ്റെയൊക്കെ പ്രതികരണം വന്നിട്ടുണ്ട് ഇപ്പം തന്നെ. കുഞ്ഞാലിക്കുട്ടിയും തിരുവഞ്ചൂരും ഇപ്പോൾ എന്താണ് NK പ്രേമേന്ദ്രനൊക്കെ എന്താ പറയണതെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും അതിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ. സലാം.